ആ സമയത്ത് നീ കാണിക്കുന്നത് എന്തായത്? ഗാന്ധീവം താഴോട്ട് വീഴുന്നു, ദേഹമൊക്കെ പൊള്ളുന്നു, എന്നെ കൊണ്ട് വയ്യ, ഇതിനാണോ ഇത്ര ഞാൻ പഠിപ്പിച്ച് ആക്കിയത്? അല്ല, അവിടെ ചെയ്തേക്കത്തുള്ളൂ. അതുകൊണ്ട് നിന്റെ കർമ്മ ചെയ്ത് അല്ല, ഞാൻ സന്യാസം സ്വീകരിക്കാൻ പോകുന്നത് അത് ഒളിച്ചോട്ടമാണ്. ബാബ നേരെ ഇത് നിന്റെ ഒരു ഒളിച്ചോട്ടമാണ്. അത് വേറെ ആൾക്കാർ ചെയ്തു, നിനക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ടില്ല, നീ ഇപ്പൊ ക്ഷത്രിയ കൂടെ ചെയ്താൽ മതി. അതുകൊണ്ട് നിന്റെ കടമ ചെയ്യുക. എന്താ കടമ ചെയ്യുന്നത്? കർമ്മയോഗിയാകാൻ. എന്താ കർമ്മം? യുദ്ധം ചെയ്യുക, അതാണ് ഒരു ജോലി. സംശയമുണ്ടോ? അല്ല, സംശയമില്ല. അങ്ങനെ വരുത്തിയെടുക്കുക. ഓ, അത് ശരി. എങ്ങനെയുള്ള? ഭഗവാൻ വളരെ ക്ലവറായിട്ട് പറഞ്ഞു കൊടുക്കും. ജനകാദേഹ, നീ കർമ്മയോഗിയാകണമെങ്കിൽ ജനകനെ പോലെയുള്ള കർമ്മയോഗിയാവണം. എന്താ ജനകനെ പോലുള്ള കർമ്മയോഗിയാന്ന് പറയുന്നത്? ജനകൻ ഒരു രാജാവല്ലേ? അവിടെയാണ് നമ്മൾ ജനകന്റെ ഒരു 30 സെക്കൻഡ് ജനകനെ പറ്റി അറിയണം. ജനകൻ ആരാ? വിദേഹ രാജ്യത്തെ രാജാവ്. വിദേഹ രാജ്യം, ദേഹമില്ലാത്ത ഒരാൾ ഭരിച്ചത് കൊണ്ട് അത് വിദേഹമാണ്. വിദേഹ രാജ്യത്തെ അത് തലക്കെട്ടാണ് ജനകനുള്ളത്. ഇന്ദ്രനുള്ള തലക്കെട്ടാണ് എന്ന് പറഞ്ഞത്, വ്യാസനുള്ള തലക്കെട്ടാണ്, ടൈറ്റിലാണ് എന്ന് പറഞ്ഞ പോലെ ജനകനും അതെ. ഓക്കെ, ആരും ആയിക്കോട്ടെ. നീ ജനകനെ പോലെ കർമ്മയോഗിയാവുക, കർമ്മനുഷ്ഠിക്കുക. ജനകൻ എന്താ പ്രത്യേകത? വേദവ്യാസൻ എത്ര മക്കൾ? 4 മക്കൾ അല്ലെ? 4 വേദങ്ങൾ ഉണ്ട്, 4 മക്കൾ. ഇവിടെ നിൽക്കാം. ഓക്കെ, 4 മക്കളാണ്. ഒന്ന് ധൃതരാഷ്ട്രൻ, പാണ്ഡു, വിദുരർ, ശ്രീശുകൻ. ഈ ശ്രീശുക മഹർഷിയാണ് അദ്ദേഹത്തിന്റെ എല്ലാ ജ്ഞാനവും എടുത്ത ആള്. എടുത്തതിന് ശേഷം ഈ എനിക്ക് ഇനിയും വേണം, ഏതൊരു അഡ്വർടൈസ്മെന്റ് വരുത്തി ഇതിൽ മാങ്ങിയ മോർ, ഇനിയും വേണം എന്ന രീതിയിൽ ശ്രീശുകൻ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇനി എനിക്ക് അറിവ് വേണം. അച്ഛൻ അറിയാവുന്ന എല്ലാം പറഞ്ഞു കൊടുത്തു. വേദവ്യാസൻ ഗുരുവാണ്. വേദവ്യാസൻ എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം സ്റ്റോക്ക് ഇല്ലാതായി കഴിഞ്ഞപ്പോ ഇനിയും വേണം. അത്ര അത്യാവശ്യമാണെങ്കിൽ നീ ഒരാളുടെ അടുത്ത് പോവുക. ആരുടെ അടുത്ത് പോട്ടെ? ജനകന്റെ അടുത്തേക്ക് പോവുക. ജനകനും ഒരു ക്ഷത്രിയനല്ലേ, ഒരു രാജാവല്ലേ. രാജാവിന്റെ അടുത്ത് എനിക്കെന്ത് കിട്ടും? അങ്ങേക്കാണത്ര താഴെയായിരിക്കും അദ്ദേഹം. അല്ലെന്ന് അദ്ദേഹത്തിന്റെ പോണം. അച്ഛൻ പറഞ്ഞപ്പോ പിന്നെ കുട്ടിയൊന്നും ചിന്തിച്ചില്ല. അപ്പൊ അതായത് അച്ഛൻ അത് പറയണം എന്നുണ്ടെങ്കിൽ എന്തോ കാര്യമുണ്ടെന്നുള്ള അറിവ്, ആ ജ്ഞാനം ഈ മകനായ ശിഷ്യൻ ഉണ്ടായിരുന്നുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞ് ബൈബിൾ അത് സിഒ സെന്റ് ഓഫിന് പോലും നിൽക്കാതെ ശ്രീശുവൻ പോയി. പെട്ടെന്ന് പോവാണ്. അയ്യോ മോനെ പോകാതെ, ഞാൻ നിന്നെ ശരിക്കും കണ്ടിട്ട് പോയാൽ മതി, കാരണം തിരിച്ചു വരുന്നത് നല്ല ഉറപ്പായിരുന്നു. വേറെ തലത്തിലേക്ക് പോവാണ്. പരിമിതികൾ ഉയർത്തി മാറ്റി വേറെ തലത്തിലേക്ക് പോവാണ്. ഓർബിറ്റ് മാറ്റുകയാണ് അറിവിലൂടെ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ശ്രീശുകൻ പോകുന്നു. മോനെ എന്ന് വിളിച്ചുകൊണ്ട് അച്ഛൻ ഒന്നുകൂടെ നിന്നെ കണ്ടോട്ടെ എന്നുള്ള രീതിയിലാണ് അച്ഛൻ വിളിക്കുന്നത്. മോനെ ശ്രീശുക. ഈ ശ്രീശുകൻ പോകുന്ന സമയത്ത് അടുത്തുള്ള നദിയിലെ സ്ത്രീകൾ നഗ്നരായി കുളിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീശുകനെ കണ്ട് അവർ എഴുന്നേറ്റ് നിന്ന് അവരുടെ നഗ്നതയൊന്നും ബാധകമാവാതെ, ബന്ധനസ്ഥരാവാതെ അവർ തൊഴുന്നു. പുറകെ അച്ഛൻ വരുന്നു. അച്ഛൻ വരുന്ന കണ്ട് പെണ്ണുങ്ങളെല്ലാം വെള്ളത്തിൽ താണു. അവിടെ ശ്രീ വേദവ്യാസൻ മനസ്സിലായി, ഞാൻ 1 സ്റ്റെപ്പ് ലോവർ ദാൻ മൈ സൺ. എൻ്റെ മകനേക്കാൾ ഒരുപടി താഴെയാണല്ലോ ഞാൻ. എൻ്റെ മകൻ ഒത്തിരി അന്നേരം വിളിക്കുകയാണ്.